അതെ, കുറേ ആയില്ലേ വോയിസുമായിട്ട് വന്നിട്ട്. അപ്പോൾ ഒരു മീൻകറിയുടെ വോയിസുമായി വരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മുടേത് ഫ്രഷ് പിടയ്ക്കണ മീനാണ്. മോൻ പറയുന്ന പോലെ പിടയ്ക്കണ മീനുമായിട്ട് വന്നിട്ടുണ്ടെന്ന്. നമ്മൾ ചൂണ്ടക്കിട്ട് പിടിച്ച മീനാണേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി സാധാരണ എടുക്കുന്ന പോലെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടാണ് ഇതാക്കുന്നത്. കടുകും ഉലുവയും ഇട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നന്നായി വഴന്നു വരും. അതിന് ശേഷമാണ് കേട്ടോ ബാക്കി ചേർക്കുന്നത്. ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ കറിവേപ്പില ചേർത്തു. ഇനി വീണ്ടും ഒന്നുകൂടെ തന്നെ സെറ്റാക്കി എടുക്കും. ആ ഒപ്പം തന്നെ മീൻ വറുത്ത അവിടെ റെഡിയായി വരുന്നുണ്ട്. മീൻ വറുത്തതിൻ്റെ വീഡിയോ വഴിയേ വരുന്നുണ്ട്. പിന്നെ അത് നല്ലത് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ തക്കാളി ചേർക്കുന്നത്. കാരണം തക്കാളിയുടെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വഴരാൻ താമസമാണല്ലോ. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ചേർത്തത്. അങ്ങനെ ഇതും നല്ല രീതിയിൽ വഴന്നു വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് പുളി ചേർക്കുന്നത് കേട്ടോ. കുടംപുളി നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ആ പുളി എടുത്തിട്ട് 2-3 കഷ്ണമാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഇതെടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് നല്ല സെറ്റായി വീണ്ടും തക്കാളിയിൽ വെള്ളം എല്ലാം മാറി ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടിയും കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടി നമുക്കൊരു ശകലം കൂടുതലിടണം. മുളക് പൊടി അങ്ങനെ അതും ചേർക്കുന്നില്ലല്ലോ. പിന്നെ കുരുമുളക് പൊടിയാണ് നമ്മളതിലേക്ക് ഇടുന്നത്. അത് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2-2.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അധികം വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചേക്കുന്ന കുരുമുളകായിരുന്നു. പിന്നെ വീണ്ടും ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ കുരുമുളകിൻ്റെ ഫ്ലേവർ എല്ലാത്തിലോട്ട് ഇറങ്ങാൻ പാകത്തിന്. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ആ കുടംപുളി ഇട്ട് വെച്ച വെള്ളം ചേർക്കുന്നത്. അങ്ങനെ അത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുകയാണ്. നല്ലതുപോലെ കുറുകിയെടുത്തിട്ട് കണ്ടോ നല്ല ഇതായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർക്കും. ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്തത്. ആവശ്യത്തിന് ഉപ്പും ചേർത്തു. നന്നായി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. തിളച്ച് വരുന്ന സമയത്താണ് നമ്മളതിലേക്ക് മീനൊക്കെ പെറുക്കിയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഓരോരോ മീനായിട്ട് മീൻ നമ്മൾ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കുരുമുളകും കൂടിയും കൂടെ നേരത്തെ തിരുമ്മി വെച്ചിരുന്നു. ആ മീനാണ് കേട്ടോ നമ്മളിതിലേക്ക് എടുത്തിടുന്നത്. ഇനി ഓരോന്നോരോന്നായി നമ്മളതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. നന്നായി ഒന്ന് എല്ലാം പുളിയെല്ലാം പിടിച്ച് ഉപ്പും പുളിയെല്ലാം പിടിച്ച് ഒന്ന് ആവി കയറുമ്പോഴേക്കും നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റി ആയ മീനാണ്. ഇതിന് എന്താ നമ്മൾ അവിടെ ഓരോരുത്തരുടെ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് കണ്ടോ നല്ല തിള വന്ന സമയത്ത് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മുടെ മീൻ അങ്ങനെ റെഡിയായി വരികയാണ്. ആവശ്യത്തിന് വെള്ളം നമ്മുടെ ഒരു കുറുകി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് മൺചട്ടിയിലോട്ട് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. ഇത്രയും ഇതുള്ളതുകൊണ്ട് നമ്മൾ ഉരുളിയിലാണ് വെച്ചേക്കുന്നത്. ഞാൻ അതിന് ശേഷം ചട്ടിയിലേക്ക് മാറ്റി വെക്കും. ഈ ഒരു പാകത്തിലായപ്പോഴാണ് ഞങ്ങൾ ഓഫാക്കിയത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ തിക്കായിട്ട് എടുക്കാം. നമുക്ക് ദോശയ്ക്ക് കൂട്ടാനോ ചോറിന് കൂട്ടാനോ ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. ബായ്. വീണ്ടും കാണാം.